إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ സദാ സൂക്ഷിച്ചും പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചും തഖ്വ നിലനിർത്തി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു മരണം വരെ തഖ്വ പരിപാലിച്ച് മുത്തഖികളായി ജീവിക്കാനും തഖ്വയോടുകൂടെ ഈ ലോകത്തോട് വിട പറയാനും മുത്തഖികൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം ഇതുപോലെ ഒരുമിച്ചു ചേരാൻ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 200-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി ഏകദേശം 17 ലക്ഷത്തോളം ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പുണ്യ മക്കയിലേക്ക് യാത്രയായി റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ആ മഹത്തായ കർമ്മം പൂർത്തീകരിച്ച് സന്തോഷവാന്മാരായി അവനവൻ്റെ നാടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തോടെ, ദീർഘായുസ്സോടെ, സമാധാനത്തോടെ ഓരോരുത്തർക്കും തിരിച്ചെത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരായുസ്സിലെ നിർബന്ധമായ ഫർള് ഹജ്ജ് നിർവഹിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത നമ്മെല്ലാവരെയും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറബികൾ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മിനയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ അറബികളിലെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളിലെ ആളുകൾ ഒരുമിച്ചുകൂടി തങ്ങളുടെ ഗോത്രത്തിൻ്റെ പിതാക്കന്മാരുടെ ചരിത്രങ്ങളെ, പ്രവർത്തനങ്ങളെ, അഭിമാനകരമായ നേട്ടങ്ങളെ പരസ്പരം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്ന
അവരവരുടേതായ ഗോത്രങ്ങളുടെ നേതാക്കളെ സംബന്ധിച്ചും അവരുടെ പിതാക്കന്മാരെ സംബന്ധിച്ചും സംസാരിച്ച് അതത് ഗോത്രം അഭിമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ച വചനമാണ് സൂറ ബഖറയിലെ 200-ാമത്തെ വചനം. അല്ലാഹു അതിലൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഫഇദാ ഖളൈതും മനാസികകും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നുസുക്കുകൾ അവസാനിച്ചാൽ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ പിതാക്കന്മാരെ സ്മരിക്കുകയും ഓർക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും അവരെക്കുറിച്ചുള്ള ഇന്നലകളിലെ ഓർമ്മകൾ അയവിറക്കുകയും ചെയ്യുമ്പോഴാണ്. ഒന്നുകിൽ നിങ്ങൾ അവരെ പോലെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ, നേതാക്കന്മാരെ പോലെ, കാരണവന്മാരെ പോലെ, ഔ അശദ്ദ ദിക്റൻ, അതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, റബ്ബിനെ സ്മരിക്കുക, റബ്ബിനെ നിങ്ങൾ വാഴ്ത്തുക എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തി. നമുക്കറിയാം, ഏതൊരു മനുഷ്യനും തന്നെ നൊന്ത് പ്രസവിച്ച് 2 വർഷം തനിക്ക് അമ്മിഞ്ഞ് നൽകി തൻ്റെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും താൻ ഒന്നായി മാറുന്ന രൂപത്തിൽ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരങ്ങൾ നൽകി സ്വന്തമായി താൻ എഴുന്നേറ്റു നടക്കാനും കാര്യങ്ങൾ നിർവഹിക്കാനും സാധിക്കുന്നത് വരെ ഒരച്ചാണിയായി നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ ഉമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ്. നമുക്ക് വേണ്ടി ഭക്ഷണമാകട്ടെ, പാർപ്പിടമാകട്ടെ, വീടാകട്ടെ, കല്യാണമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, എല്ലാ സംരക്ഷണങ്ങളും ഒരുക്കാൻ തൻ്റെ ആയുസ്സോ ആരോഗ്യമോ സമയമോ ഇഷ്ടങ്ങളോ മാറ്റിവെച്ച് ഒരു മെഴുകുതിരി പോലെ കത്തിത്തീർന്ന വാപ്പമാർ നമ്മുടെ അഭിമാനമാണ്. അതുകൊണ്ടാണ് മക്കള് വാപ്പയെക്കുറിച്ച് ഉമ്മയെക്കുറിച്ച്, പ്രത്യേകിച്ച് തങ്ങൾക്ക് മക്കളുണ്ടായി ആ മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ തനിക്ക് വേണ്ടി തൻ്റെ വാപ്പയും ഉമ്മയും ചെയ്ത സേവനങ്ങളെ, ത്യാഗങ്ങളെ അഭിമാനത്തോടു കൂടി ഓർത്ത് നന്ദിയോടെ സ്മരിച്ച് ഒരു വേള തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളോട് അവരെക്കുറിച്ച് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ, വാപ്പമാരെ പോലെ, നിങ്ങളുടെ ഉമ്മമാരെ പോലെ മക്കൾ എന്ന നിലക്ക് നിങ്ങൾ സ്വാഭാവികമായി സ്മരിച്ചോ. വേണ്ടെന്നല്ല, വായു നൽകി, വെള്ളം നൽകി, സൃഷ്ടിച്ച് സംവിധാനിച്ച്, കണ്ണ് നൽകി, കാതു നൽകി, ശ്വസിക്കാൻ വായു സജ്ജമാക്കി, കുടിക്കാൻ വെള്ളമൊരുക്കി, കഴിക്കാൻ ഭക്ഷണമൊരുക്കി, താമസിക്കാൻ പാർപ്പിടമൊരുക്കി. ഇന്ന് ഈ ദുനിയാവിൽ ഒരു വേള ആ ഉമ്മയെയും ഉപ്പയെയും നിന്റെ ഉമ്മയും ഉപ്പയുമാക്കി നിനക്ക് സംവിധാനിച്ച റബ്ബിനെ, രക്ഷിതാവിനെ, നാഥനെ അതിനേക്കാൾ കൂടുതൽ ഓർക്കാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സാന്ദർഭികമായി ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ ഓർക്കാത്തവരല്ല നമ്മൾ. യാന്ത്രികമായുള്ള ഒരു ഓർമ്മയല്ല, പകരം ബോധപൂർവമായി പ്രത്യേകമായി അല്ലാഹുവിനെ ഓർക്കുക എന്ന, റബ്ബിനെ സ്മരിക്കുക എന്ന, ദിക്റുള്ള എന്ന ഒരു കാര്യം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ. ഹജ്ജ് ചെയ്ത് അറേബ്യയിലെ ആളുകൾ ഇങ്ങനെ ചെയ്തിരുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ച് പറയാനല്ല, വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു ആ പാഠം അവിടെ നിരത്തി വെച്ചത് റബ്ബിനെ സ്മരിക്കാൻ തൻ്റെ അടിമ മറന്നുപോകരുത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുക എന്നത് ഒരു വലിയ ഇബാദത്താണ് എന്ന് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ഒരു കാര്യം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് കാണാം സൂറത്തുൽ അൻകബൂത്തിൽ. നബിയോടാണ് അല്ലാഹു ആ കാര്യം പറയുന്നത്. ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, പ്രവാചകരെ താങ്കൾക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥത്തിൽ നിന്ന് വഹ്യു നൽകപ്പെട്ടത് താങ്കൾ തിലാവത്ത് നടത്തണേ, പാരായണം ചെയ്യണേ. വ അഖ്മിസ് സ്വലാ, നിർദ്ദേശിക്കപ്പെട്ട നമസ്കാരങ്ങൾ 5 വക്ത് അതിൻ്റെ സമയത്ത് തെറ്റാതെ, ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ അത് മുറ പോലെ നിങ്ങൾ നിർവഹിക്കണേ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, കാരണം നമസ്കാരം എന്നത് മ്ലേച്ഛ വൃത്തികളിൽ നിന്ന്, നിഷിദ്ധമായ കർമ്മങ്ങളിൽ നിന്ന് ഒരു നമസ്കാരക്കാരനായ അടിമയെ തടഞ്ഞു നിർത്തുന്ന കാര്യമാണ്. അല്ലാഹു നമുക്ക് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ഒരുപാട് നന്മകളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകേണ്ട തിന്മകളുണ്ട്.
ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കൂടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമസ്കാരം നിർബന്ധമാക്കിയത്. ഇത് പറഞ്ഞിട്ട് അതിന്റെ ഇടയിലല്ല ഓർമ്മിപ്പിക്കുകയാണ്, വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുണ്ടല്ലോ, അതാണ് പ്രവാചകരെ നബിയെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. കബീർ എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ്. ഇസ്മു തഫ്ളീല ഉപയോഗിച്ചത് അൽ അക്ബർ, ഏറ്റവും വലുതാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ, റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ, അതൊരു വലിയ കാര്യമാണ്. വല്ലാഹു യഅലമു മാ തസ്നഊൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നുണ്ട് എന്നാണ്. അല്ലാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞത് ഒരു നിസ്സാര കാര്യമല്ല. നമ്മൾ അല്ലാഹനെ ഓർക്കുന്ന ആൾക്കാരല്ലേ? അല്ലാഹനെ മറക്കുന്ന ആരാ ഉള്ളത്? ഇല്ല. പക്ഷേ എൻ്റെ റബ്ബിനെ, എൻ്റെ രക്ഷിതാവിനെ ഓരോ മൈക്രോ സെക്കൻഡിലും ആ റബ്ബിന്റെ കോടാനുകോടി നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ സെക്കൻഡിലും ആ റബ്ബിന്റെ നിഅമത്തുകൾ ആസ്വദിച്ചു പോകുമ്പോ ആ റബ്ബിനെ ഒരിക്കലും മറക്കാതെ, ആ റബ്ബിനെ ഓർത്തുകൊണ്ട്, ആ റബ്ബിനെ സ്മരിച്ചുകൊണ്ട്, ആ റബ്ബിനെ ദിക്ർ ചെയ്തുകൊണ്ടാണ് ഓരോ മുഅ്മിനും കടന്നു പോകേണ്ടത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രല്ല വലിയ പ്രതിഫലമുള്ള മഹത്തായ ഒരു ഇബാദത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളെക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്ന ആളുകളാണ്. സ്വർഗ്ഗത്തെ ആഗ്രഹിച്ച് നരകത്തിൽ നിന്നുള്ള രക്ഷ തേടി നാളെയുടെ ലോകത്തെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഏതൊരു മനുഷ്യനും അമലു സ്വാലിഹാത്ത് ചെയ്യണത്. റസൂൽ പറയാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളെക്കാൾ മേന്മയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. വഅസ്കാഹ ഇൻദ മലീകിക്കും. മാലിക്കുൽ മുലൂക്കായ, മാലിക് യൗമിദ്ദീനായ, രാജാതിരാജനായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ ഒരു കർമ്മത്തെക്കുറിച്ച്. വഅർഫഉഹാ ഫീ ദറജാതിക്കും. നിങ്ങളുടെ പദവി ആ റബ്ബിന്റെ അടുക്കൽ ഉയർന്നു നിൽക്കുന്ന. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരിഖ്. നിങ്ങൾ സ്വർണവും വെള്ളിയും ആഗ്രഹിക്കുന്ന ആർത്തിയുള്ളവരാ മനുഷ്യർ, വിശിഷ്യ സ്ത്രീകൾ. വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കളാ രണ്ടും. ആ രണ്ടു വസ്തുക്കൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ ഗുണകരമായ. വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും. നിങ്ങളുടെ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനായി ഒരു മനുഷ്യൻ സന്നദ്ധനായി ദുനിയാവിൽ നിന്നെല്ലാം ഒഴിവാക്കി ആ യുദ്ധത്തിന്റെ ജിഹാദിന്റെ കളത്തിലേക്ക് ഇറങ്ങി തന്റെ ശത്രുവുമായി അടരാടുമ്പോ ആ ശത്രുവിന്റെ കഴുത്തിനു നേരെ തന്റെ വാൾത്തലപ്പുമായി, അതല്ലെങ്കിൽ ആ ശത്രുവിന്റെ വാൾത്തലപ്പിൽ തന്റെ കഴുത്തു കൊണ്ടുപോയി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ ഗുണകരമായ, പ്രതിഫലാർഹമായ, മഹത്വമുള്ള ഒരു കർമ്മത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്ന സ്വഹാബത്ത് പറഞ്ഞ മറുപടി, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞുതാ റസൂലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ദിക്റുല്ലാഹി തആല. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയാണ് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നാം അധികരിപ്പിക്കണം. ബോധപൂർവമായി, സാർവത്രികമായോ യാന്ത്രികമായോ ട്രഡീഷണലായോ നമ്മൾ ചെയ്തു വരുന്നതല്ല. മനസ്സറിഞ്ഞുകൊണ്ട് ബോധപൂർവമായി പ്രത്യേകമായി എൻ്റെ റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ ഞാൻ നിലനിർത്തണമെന്നും അത് വലിയ പ്രാധാന്യമുണ്ട് എന്നും അതിന് വലിയ മഹത്വമുണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവമായി റബ്ബിനെ ഓർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറണം. ഖുർആൻ ഈമാനുള്ള മനുഷ്യരെ വിളിച്ചുകൊണ്ട് സംസാരിച്ചൊരു ഭാഗമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് അതിന്റെ 40, 41 വചനങ്ങളിൽ, 42 വചനങ്ങളിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ ദിക്ർ ചെയ്യണേ, അല്ലാഹുവിനെ സ്മരിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണേ. ദിക്റിന് നമുക്ക് മലയാളത്തിൽ പറയാൻ കഴിയുന്ന തർജുമ സ്മരിക്കുക, ഓർക്കുക എന്നാ. അതിലപ്പുറം മലയാള ഭാഷ കൊണ്ട് പരിഭാഷപ്പെടുത്താൻ പറ്റൂല. ഖുർആൻ പറഞ്ഞത്, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം.
നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കണം, ഓർക്കണമെന്ന് പറയുന്നിടത്തൊക്കെ അതിന്റെ കൂടെ കസീറൻ, ധാരാളമായി എന്ന് ഒരുപാട് ഇടങ്ങളിൽ അള്ളാഹു ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിനെ ഓർക്കുക എന്നത് ലേശമല്ല, കുറച്ചല്ല, എപ്പോഴെങ്കിലുമല്ല, നിരന്തരമായി. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ്, ഏതൊരു ഫറലായ ഇബാദത്തും അള്ളാഹു ഒരു അടിമക്ക് നിർബന്ധമാക്കുമ്പോ അതിന് അള്ളാഹു ഒരു പരിധി വെക്കും, ഒരു പരിധി, ഒരു ലിമിറ്റ്. ഇപ്പൊ ആ ജുമുഅക്ക് ഒരു സമയമുണ്ട്. ഫജ്റിന്, ഫജ്റു സാദിഖ് മുതൽ അതേപോലെ തന്നെ തുലൂഉ ശംസ് വരെ ഒരു സമയമുണ്ട്. അസ്റിന് ഒരു സമയമുണ്ട്, മഗ്രിബിന് ഒരു സമയമുണ്ട്. ഹജ്ജിന്റെ കർമ്മത്തെ കുറിച്ച് പറഞ്ഞു. ഹജ്ജ് വർഷത്തിലെ ദുൽഹിജ്ജ മാസത്തിലാണ്. ദുൽഹിജ്ജ 8 യൗമു തർവിയ മുതലാണ് ആരംഭിക്കുന്നത്. അയ്യാമു തശ്രീഖിന്റെ അവസാനത്തോടുകൂടെ അത് അവസാനിക്കാൻ. റമളാനിന് സമയമുണ്ട്. ഏത് ഫറലായ ഇബാദത്ത് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കുന്നുണ്ടോ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. എന്നിട്ടോ അത് നിർവഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് അള്ളാഹു ഇളവുകൾ നൽകും. ഇപ്പൊ യാത്രക്കാരനാണ്, അയാൾക്ക് ജംഉം ഖസ്റും ചെയ്യാം. ആ ജംഉ തന്നെ വേണമെങ്കിൽ തഖ്ദീമാക്കാം, അല്ലെങ്കിൽ തഅഖീറാക്കാം. റമളാനിലെ നോമ്പിന്റെ സമയത്ത് രോഗിയാണ്, അയാൾക്ക് ഫിദിയ കൊടുക്കാം, പിന്നീട് നോട്ട് വീട്ടാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇളവുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. പക്ഷേ അങ്ങനെ അല്ലാഹു ഇളവ് നൽകാത്ത, സമയം നിശ്ചയിക്കാത്ത ഒരൊറ്റ ഇബാദത്ത് മാത്രമേയുള്ളൂ, ഗൈറ ദിക്ർ. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുമാണത്. فإن الله تعالى لم يجعل له حدا ينتهي إليه. തന്റെ റബ്ബിനെ ഓർക്കുന്നതിന് സമയം അവസാനിക്കുന്ന ഒരു പരിധിയില്ല. അള്ളാഹുവിനെ ഓർക്കുക എന്നതിന്റെ സമയം കഴിയുന്നൊരു സമയം, അങ്ങനൊരു സമയമല്ല. അള്ളാഹുവിനെ ഓർക്കുന്നതിനുള്ള സമയം കഴിയൂല എന്നാണ്. മാത്രമല്ല വലം യുഅ്ദർ അഹദൻ ഫീ തർക്കിഹി. ഒരാൾക്കും അതിൽ നിന്ന് ഒരു കാരണം കൊണ്ടും ഒരാൾക്കും ഇളവുണ്ടാവില്ല. ഇന്ന ആളുകൾ അള്ളാഹിനെ ഓർക്കണ്ട, ജനാബത്തുകാരൻ അള്ളാഹുവിനെ ദിക്ർ ചെയ്യണ്ട, ഹൈലുള്ളവൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യണ്ട, രോഗിയായി കിടക്കുന്നവൻ അള്ളാഹുവിനെ ദിക്ർ ചെയ്യണ്ട എന്ന ഒരു ഇളവില്ല. അങ്ങനെ ഒരു ഇളവ് വേണോ? ഇല്ല മഗ്ലൂബൻ അലാ തർക്കിഹി. ഒരു മനുഷ്യന് ഓർക്കാൻ സഹായിക്കുന്ന ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടോ അവന് പിന്നെ ദിക്റില്ല. കാരണം അവന് ഓർമ്മയില്ലാത്ത, ഓർമ്മ സ്ഥിരതയില്ലാത്ത, ബുദ്ധിശേഷിയില്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിനെ ഓർക്കുക എന്നതിന് നിയമമില്ല. അല്ലാത്ത എല്ലാ ആളുകളും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചോ, ഖുർആന്റെ പ്രയോഗം നോക്കിയാൽ കാണാം. സൂറത്തു നിസായിൽ, സൂറത്തു ആല ഇംറാനിൽ അല്ലാഹ് പറയാൻ, ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും ഇന്ന അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും. നിന്നുകൊണ്ട് റബ്ബിനെ ഓർക്കുന്ന ആളുകൾ, രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനായ റഹീമായ റബ്ബിനെ നിന്നുകൊണ്ട് ഓർക്കുന്ന ആളുകളുണ്ട്, കിടന്നുകൊണ്ട് ഓർക്കുന്ന ആളുകളുണ്ട്, ഇരുന്നു കൊണ്ട് ഓർക്കുന്ന മനുഷ്യരുണ്ട്. ഖുർആൻ ഒരിടത്തല്ല ഒരുപാടിടത്ത് പറഞ്ഞതാണ്. നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ തളർന്നു കിടക്കുകയാണെങ്കിൽ പോലും ആ റബ്ബിനെ ഓർക്കുന്ന ആളുകളുണ്ട്. അതിന്റെ തഫ്സീറിൽ കാണാം, ബിൽ ലൈലി വൻ നഹാർ. പകലും ഓർക്കണം, രാത്രി ഓർക്കണം. ഞാൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള പകലുകളാണ് എൻ്റെ പകല്. രാത്രി എനിക്കതിന്ന് റിലീസാകാം, എനിക്കതിന്ന് മാറി നിൽക്കാം ഇല്ല. രാവും പകലും റബ്ബിനെ ഓർക്കണം. ഫിൽ ബർരി വൽ ബഹർ, കടലിലും റബ്ബിനെ ഓർക്കണം, കരയിലും അള്ളാഹുവിനെ ഓർക്കണം. വഫിസ് സഫരി വൽ ഹദർ, യാത്രയിലാകട്ടെ യാത്രയിലല്ലാത്തപ്പോഴാകട്ടെ അള്ളാഹുവിനെ ഓർക്കണം. സഹോദരങ്ങളെ, ഏറെ വേദനയോട് നമ്മൾ കേട്ട വാർത്തയല്ലേ, അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ട വിമാനം ഏകദേശം 100-300 ആളുകളാണ് മരണപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരുപാട് സ്വപ്നങ്ങളോടെ തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സെൽഫി സന്തോഷത്തോടെടുത്ത് വേണ്ടപ്പെട്ടവർക്ക് അയച്ച് ലക്ഷ്യസ്ഥാനത്തിന് സമയത്തും എത്തുന്ന പ്രതീക്ഷയോടുകൂടെ എത്ര മനുഷ്യരാണ് യാത്ര ചെയ്തത്. എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടു പോകാത്ത രൂപത്തിലാണ്
നമ്മുടെ ജീവിതത്തെ, ജീവിത വ്യവസ്ഥകളെ, ജീവിതത്തിൽ നമ്മുടെ നാവുകളിലൂടെ വരേണ്ട ദിക്ർ ദുആകളെ അള്ളാഹു ക്രമീകരിച്ചത് എന്നാണ്. ഒരു വിശ്വാസി എപ്പോഴാണ് അള്ളാഹുവിനെ മറന്നുപോകുന്ന ഒരു സാഹചര്യം ഉള്ളത്? വാഹനത്തിൽ കയറുമ്പോ, ഈ ജുമുഅയിൽ പോലും വാഹനം കയറി വീട്ടിൽ നിന്ന് വന്നവരാണ് നമ്മൾ. ഒരു വിശ്വാസി വാഹനത്തിൽ കയറുമ്പോ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചില്ലേ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ വാഹനത്തെ ഞങ്ങളുടെ യാത്രക്ക് സൗകര്യമാക്കി കീഴ്പ്പെടുത്തി തന്ന പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര സുബ്ഹാനാണ്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഒരിക്കലും ഇതിന്റെ മികവ് കൊണ്ട്, മാനുഫാക്ചറിംഗ് കൊണ്ട്, കമ്പനിയുടെ സ്റ്റാറുകൾ കൊണ്ട് ഒരിക്കലും ഞങ്ങൾ സുരക്ഷിതരല്ല. അതിന് പോന്നവരല്ല ഞങ്ങള്. ഏത് ടെക്നോളജി ഉപയോഗിച്ചാലും ശരി നാഥ, അതിനുള്ള ശേഷി ഞങ്ങൾക്കില്ല, അതിനുള്ള നിയന്ത്രണാധികാരം ഞങ്ങൾക്കില്ല. അടുത്ത വാക്കെന്തറിയോ? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു ചെല്ലാനുള്ളവരാണ്, റബ്ബിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ്. ഓരോ വാഹനത്തിലും യാത്ര ആരംഭിക്കുമ്പോ, നമ്മുടെ വാഹനാകട്ടെ ആരാന്റെ വാഹനാകട്ടെ, ആ വാഹനത്തിലെ യാത്ര, അതിന്റെ യാത്ര ആരംഭിച്ചാൽ അത് നേരെയായി കഴിഞ്ഞാൽ ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചവരാണ് വിശുദ്ധ ഖുർആൻ, ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാത്തതല്ല വിശ്വാസികളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അറിയാത്തൊരു കാര്യമല്ല, ചെയ്യാത്തതല്ല, ബോധപൂർവമായി ചെയ്യണം. കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ അള്ളാഹിനോട് പറയാണ്, തിരിച്ച വിരിപ്പിൽ പോയി കിടക്കുമ്പോഴും അള്ളാഹുവിനോട് പറയാണ്. ആ റബ്ബിനെ കുറിച്ചുള്ള സ്മരണകളിലൂടെയല്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് വൽ ഗിനാ വൽ ഫഖർ, നല്ല സമ്പത്തുണ്ട്, ഐശ്വര്യമുണ്ട്, ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കണം. ദാരിദ്ര്യത്തിലും അള്ളാഹിനെ ഓർക്കണം. സാധാരണ മനുഷ്യന്റെ ഒരു പ്രകൃതി ധന്യതയിൽ റബ്ബിനെ മറക്കും. ദാരിദ്ര്യത്തിന്റെ വടുതിയിലേക്ക് വീണുപോകുമ്പോ റബ്ബിനോട് നിരന്തരമായി കേണു പറയും. വസ്സിഹത്തി വസ്സഖ്മ്, ആരോഗ്യമുള്ളപ്പോ ആരോഗ്യത്തിന്റെ നിലയും വിലയും അനുഗ്രഹവും മറന്നു ജീവിക്കും. എന്നിട്ട് വാർദ്ധക്യത്തിന്റെ ക്ഷീണതയിലും അവശതയിലും ആ റബ്ബിനോട് പരാതിപ്പെടും. വസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിയണം. പരസ്യത്തിലും രഹസ്യത്തിലും നന്മകൾ ചെയ്യാൻ, പ്രതിഫലങ്ങൾ ലഭിക്കാൻ, സ്വർഗത്തിലെത്തിച്ചേരാൻ, അതേപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. എന്നിട്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത് വഅലാ കുല്ലി ഹാലിൻ, ജീവിതത്തിന്റെ മുഴുവൻ വേളകളിലും അള്ളാഹുവിനെ സ്മരിച്ചും ഓർത്തും കൊണ്ടായിരിക്കണം ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത് എന്നാണ്. ഒരു വിശ്വാസി ഏത് സമയത്തും ഏത് അവസ്ഥയിലും റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്തുന്നവരായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത് കാണാം. കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ ജീവിതത്തിൻ്റെ മുഴുനീളെ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയായിരുന്നാണ്. ആരാ പറയണത്? സ്വഹാബത്ത് പറയാണ്. റസൂലുള്ളാഹിന്റെ നടത്തവും ഇരുത്തവും യാത്രയും സംസാരവും ഭക്ഷണവും എല്ലാം കണ്ടു ജീവിച്ച പ്രവാചകന്റെ സ്വഹാബത്ത് പറയാ, ജീവിതത്തിന്റെ മുഴുനീള സന്ദർഭങ്ങളിൽ ആ റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതമായിരുന്നു ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ആ സ്ഥാനത്ത് മറ്റു ചിന്തകൾ കയറി വരും. ദുനിയാവിൻ്റെ ചിന്തകൾ കയറി വരും, മറ്റു കാര്യങ്ങൾ കയറി വരും. പതിയെ പതിയെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ദിക്ർ ചെയ്ത് ജീവിക്കുന്ന ഒരുത്തൻ, അള്ളാഹുവിനെ കുറിച്ച് യാതൊരു ദിക്റും ചെയ്യാതെ ജീവിക്കുന്ന ഒരുത്തൻ, രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം മസലുൽ ഹയ്യി വൽ മയ്യിത്ത് എന്നാണ്. ഒരു ശരീരത്തിന് ജീവനുണ്ട്, റൂഹുണ്ട്. ആ ശരീരവും റൂഹ് നഷ്ടപ്പെട്ട ഒരു ശരീരം തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടോ ആ വ്യത്യാസമാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരുത്തനും അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരുത്തനും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, കൈ രണ്ടും അനങ്ങൂല, കാത് രണ്ടും കേൾക്കൂല, കണ്ണ് രണ്ടും കാണൂല, ശരീരം അനങ്ങൂല, മയ്യിത്തായി കിടക്കുകയാണ്.
നേരെ മറിച്ച് കണ്ണുണ്ട്, കാതുണ്ട്, കൈയുണ്ട്, സംസാരിക്കാം, ആംഗ്യങ്ങൾ കാണിക്കാം, നടക്കാം, ഇരിക്കാം. ഇതുപോലുള്ള വ്യത്യാസമാണ് അള്ളാഹുവിനെ ഓർക്കുന്നവനും ഓർക്കാത്തവനും തമ്മിൽ. മറ്റൊരു റിവായത്തിൽ കാണാം, അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളും നടക്കുന്ന വീടകത്തിനകത്ത് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടെങ്കിൽ ആ ദിക്ർ നടക്കുന്ന വീടും ആ ദിക്ർ നടക്കാത്ത വീടും തമ്മിൽ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ഈ പറഞ്ഞതുപോലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വീട് പോലെയാണെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റിവായത്ത് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. അത് ഏത് ബാബിലെ വന്നെന്നറിയോ? ഫർള് നിസ്കാരത്തിന്റെ അനുബന്ധമായി നിർവഹിക്കേണ്ട സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കണം എന്ന് പറയുന്ന ബാബിലാണത് വന്നിട്ടുള്ളത്. റവാത്തിബ് സുന്നത്തുകൾ വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിച്ച് അതിൻ്റെ ബറക്കത്ത് ആ വീടിനവൻ നേടിക്കൊടുക്കട്ടെ എന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ പള്ളിയിൽ നിർവഹിക്കാൻ പറ്റൂല എന്നല്ല, അടുത്തത് വജവാസുഹാ ഫിൽ മസ്ജിദ് എന്നാണ്. പള്ളിയിൽ അത് അനുവദനീയമാണ്. ഓരോ മനുഷ്യൻ്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഴുവൻ ഇബാദത്തുകളും നമ്മൾ പഠിക്കേണ്ടതാ, പരിശോധിക്കേണ്ടതാ, അന്വേഷിക്കേണ്ടതാണ്. നമുക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഏതെല്ലാം ഇബാദത്തുണ്ടോ ആ ഇബാദത്തിന്റെ ഒക്കെ പൊരുള് ദിക്റുള്ളയാണ്. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ സൂറത്തു ത്വാഹയിൽ മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ ഖുർആൻ പറയാൻ വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ, എനിക്ക് ദിക്ർ ചെയ്യാനായി നമസ്കരിക്കണേ. ഈ സംഗമിച്ച ആഴ്ചയിലോറും സംഗമിക്കുന്ന ജുമഅയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ ആ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞത് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹനെ കുറിച്ചുള്ള ദിക്റിലേക്ക് വേഗത്തിൽ പോകണേ എന്നാണ്. നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ദിക്റുള്ളയിലേക്ക് ധൃതിയിൽ പോകണേ. ഈ നമസ്കാരവും ഈ ഖുത്ബയും ദിക്റുള്ളയാണ്. എന്നിട്ട് പറയാൻ വദറുൽ ബൈഅ, കച്ചവടക്കാരനാണോ, കച്ചവടത്തിലാണോ, ഷോപ്പിലാണോ, തൽക്കാലം ആ സമയം മാറ്റിവെച്ചേക്ക്. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിനക്ക് ദുനിയാവിനെ അറിയുമെങ്കിൽ, പരലോകത്തെ അറിയുമെങ്കിൽ, ജുമഅയെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഫർളിന്റെ സമയം നിനക്കറിയുമെങ്കിൽ, ആ ദുനിയാവിലെ തൽക്കാലത്തെ കച്ചവടം ഒഴിവാക്കലാണ് നിനക്ക് ഖൈർ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. എന്നിട്ട് ഈ ആയത്ത് കഴിഞ്ഞിട്ട് അടുത്ത ആയത്ത് എന്താ തുടങ്ങുന്നറിയോ? ഫഇദാ ഖുളിയത്തിസ് സ്വലാത്ത്, ആഴ്ച തോറുമുള്ള ജുമഅയുടെ നിസ്കാരം കഴിഞ്ഞാൽ, ജുമ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഫൻതശിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ വ്യാപിച്ചോളി. മഈശത്തിലോ, ജീവനത്തിലോ, കച്ചവടത്തിലോ, ബിസിനസ്സിലോ ഏർപ്പെട്ടോ. വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഫള് തേടിക്കോളി. വദ്കുറുല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കാൻ മറക്കല്ലേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും നിങ്ങൾ വിജയിക്കണോ, റബ്ബിനെ ധാരാളമായി നിങ്ങൾ ഓർക്കണേ. ഏതാ സഹോദരങ്ങളെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റല്ലാത്തത്? എനിക്ക് നോക്കിയിട്ട് തോന്നിയത് മുഴുവൻ ദിക്റുള്ളയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ് നമ്മുടെ സകല ഇബാദത്തുകളും മനസ്സിലാക്കാൻ, അത് ബോധ്യപ്പെടാൻ, അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു എന്നെയും നമ്മ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اتقوا الله عباد الله, അള്ളാഹുവിനെ സൂക്ഷിച്ചും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചും തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിരന്തരമായി റബ്ബിനെ ദിക്ർ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് ഏറ്റവും നല്ല വഴിയായി അള്ളാഹു പഠിപ്പിച്ച മാർഗമാണ്
ഒരു ദൈനംദിന ജീവിതത്തിൽ ഒരു മനുഷ്യൻ പതിവായി ചെയ്യേണ്ട ദിക്റുകളും ദുആകളും ഉണർന്നതു മുതൽ ഉറങ്ങുന്നത് വരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം ഇടങ്ങളിൽ അയാൾ സ്പർശിക്കുന്നുവോ അവിടെയൊക്കെ അയാൾ ചൊല്ലേണ്ടത്, പറയേണ്ടത് അയാൾ പ്രാവർത്തികമാക്കണം. കുറച്ചുകൂടി പറഞ്ഞാൽ ആ പറയുന്ന ദിക്റുകളുടെയും ദുആകളുടെയും അർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്ന ആശയം തിരിച്ചറിഞ്ഞ് നിർവഹിക്കുമ്പോൾ ഈ പറഞ്ഞ ലക്ഷ്യം കുറച്ചുകൂടി സാക്ഷാത്കരിക്കപ്പെടും. സ്ഥലകാല ബന്ധിതമായി സ്വതന്ത്രമായിട്ട് പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ വേർതിരിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കണം, അതിൻ്റെ പ്രതിഫലം ഉൾക്കൊള്ളണം. അതുവഴി ഈ ദുനിയാവിലും നാളെ പരലോകത്തും ലഭിക്കുന്ന നേട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മളത് സ്വയം ശീലിക്കുക. മാതൃകാപരമായി നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, വളർന്നു വരുന്ന കുഞ്ഞു മക്കളെ വരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ടുവരുമ്പോൾ മോനെ ചൊല്ലിയോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. തീൻമേശയിലേക്ക് വിളിക്കപ്പെടുമ്പോൾ അഹിലുകാരോട് പറയാ, അല്ലാഹു റസൂൽ പറഞ്ഞ പോലെ ഇസ്മില്ലാ, ബിസ്മി ചൊല്ല്, വലത് കൈകൊണ്ട് കഴിക്ക്, നിന്റെ ഭാഗത്ത് നിന്ന് കഴിക്ക് എന്നൊക്കെ അത്തരത്തിലുള്ള ഉണർത്തലുകൾ നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അത് ശീലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ് സഹോദരങ്ങളെ. ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളല്ല. പള്ളിയിലേക്ക് കയറുമ്പോൾ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലണമെന്നറിയാത്ത എത്ര പേരുണ്ട് ഇതിനകത്ത്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ ഇന്ന് നമ്മിൽ എത്ര പേരത് ചൊല്ലാൻ മറന്നുപോയി, എത്ര പേര് ഓർത്തു? ഇതാണ് ദിക്റുള്ള, അല്ലെങ്കിൽ ദിക്ർ ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, അശ്രദ്ധമായോ മറന്നുപോയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടന്നടന്നു പോവുകയാണ്. അതിന് റബ്ബിൻ്റെ സഹായം നിർബന്ധമാണ്. ഒരു നിസാര കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ദിക്റുള്ള നിലനിർത്താൻ അള്ളാന്റെ തൗഫീക്ക് തന്നെ വേണം. ഓരോ സമയത്തുള്ള അദ്കാറുകൾ, ദുആകൾ, നമ്മുടെ ചുറ്റുപാടുകൾ എത്ര തിരക്കിലായാലും ദിക്റുള്ള മറന്നു പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാൻ, അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു എന്നാണ്. ഇങ്ങനെ മുആദിന്റെ കൈ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്. മുആദേ, അള്ളാഹുവാണ് സത്യം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാളോട് പറയണമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലും കൊണ്ടെടുക്കലല്ല. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഉസീക യാ മുആദ്, മുആദേ നന്നോടൊരു വസിയത്ത് ഞാൻ പറഞ്ഞുതരാം. ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ തഖൂൽ. നിർബന്ധ നമസ്കാരത്തിനു ശേഷം ഒരിക്കലും ഇത് പറയാൻ നീ മറന്നു പോകരുത്, വിട്ടുപോകരുത്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണേ അല്ലാ, അലാ ദിക്രിക്, നിന്നെ ഓർക്കാൻ. നോക്കൂ നിങ്ങൾ, റബ്ബിനെ സമയാസമയങ്ങളിൽ ഓർക്കാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. വശുക്രിക, നീ എനിക്കു തന്ന അളവറ്റ അനുഗ്രഹങ്ങളെ അനുഗ്രഹമായി മനസ്സിലാക്കി അതിന് നന്ദി കാണിക്കണമെന്ന ഓർമ്മയോടുകൂടെ നന്ദി കാണിച്ചു ജീവിക്കാനും അല്ലാഹുവേ നീ എന്നെ ഓർമ്മിപ്പിക്കണം, എന്നെ സഹായിക്കണം. വഹുസ്ന ഇബാദതിക്, ഏറ്റവും നന്നായ ഇബാദത്ത് ചെയ്യാൻ പഠിച്ചവനെ നീ എന്നെ സഹായിക്കണേ എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനോട് മഹാനായ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം പറഞ്ഞിട്ട് വസിയത്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, അത് പതിവാക്കണം, അത് മനസ്സിലാക്കി ദിക്റുള്ളയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ മരിക്കുന്നത് വരെ അങ്ങനത്തെ ഒരു ജീവിതം നിലനിർത്താൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. കൂടുതൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കിയതനുസരിച്ചുകൊണ്ട് കൂടുതൽ മേന്മയോടെ ജീവിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരെന്ന നിലക്ക് നമ്മിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി നമ്മിൽ നിന്ന് യാത്രയായിട്ടുണ്ട്. പണ്ഡിതന്മാർ, നേതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഇണകൾ, ബന്ധുജനങ്ങൾ, പണ്ഡിതന്മാർ, അള്ളാഹുർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ശാരീരിക അവശതകൾ, മാനസിക പ്രയാസങ്ങൾ, കടബാധ്യതകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
ഇതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു ചേരാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന്, ഖബറിന്റെ അദാബുകളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടെ തൗബയോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുച്ചരിച്ച് ഈ ലോകത്തോട് സന്തോഷത്തോടെ യാത്ര പറയാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാളിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.